ഇതിന് എങ്ങോട്ട് പറന്നു പോവോന്നാണ് ഡൗട്ട്. പറന്ന് ഇനി നോർത്ത് കൊറിയയിൽ എങ്ങാനും പോയി വീണാ പിന്നെ അടുത്ത യുദ്ധത്തിന് മതി. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ഗൈസ്. അപ്പൊ നമ്മൾ മേലെ പോയി പൊട്ടുന്ന പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഇതാ നല്ല ധീരെ വൈദ്യുതിയായി കൊളുത്താൻ പോവാണ്. കൊളുത്തിക്കോ, അതാ അവിടെയാണ് ഇപ്പുറത്ത്. ആ ഗൈസ്, നെക്സ്റ്റ് അമ്മ എത്തിയിട്ടുണ്ട്. 2 ഉണ്ട് അപ്പുറത്തെയും. അതാ നെക്സ്റ്റ് ഒന്നും കൂടി ഉണ്ട്. എന്താ ഇങ്ങനെ കൊടുത്തിട്ട് ആയിട്ടില്ല. ആവോ, ഹാപ്പി വിഷു. നമ്മ കൈ തന്നെ പിടിച്ച് ഓരോന്നോരോന്ന് വെച്ച് കൊളുത്തുകയാണ് ഗൈസ്. അതാ അങ്ങനെ വെച്ചാൽ പോവത് റോക്കറ്റ് പോലെ. അമ്മ അത് പോവണ്ടാ, പൊട്ടുമ്പോ തെറിക്കും ഗൈസ്. ഒരു വെറൈറ്റി വിഷ്ണു ചക്രം കിട്ടി. ഇതൊക്കെ കമ്പി ഉള്ളത്. ചിലതിന് കമ്പിയില്ല, ചിലതിലുണ്ട്. എന്താ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു തന്നെ തോന്നുന്നു. വരുന്നത് നോക്കാം, സെറ്റപ്പാക്കാം. ഇതിപ്പോ എങ്ങനെ വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ചെയ്യാം. ഇത് ഇവിടെ കുത്തി വെക്കാം അല്ലേ, മണ്ണില് ഇവിടെ ഇങ്ങനെ കൊളുത്താം. ഇനി കൊളുത്താം. ഓക്കെ, അപ്പൊ ഞാൻ പോയി കൊളുത്തിട്ട് വരാം. കഴിഞ്ഞിട്ട് പോരാട്ടാ ഗൈസ്. അമ്മ ഇതാ ടെക്നോളജിയാ അമ്മന്റെ ബുദ്ധി പ്രകാരം ആ കമ്പിന് വേറെ എവിടെയോ കൊണ്ട് കുത്താൻ പോണേ. ഗേറ്റിലാണ് തോന്നണു. എന്തോ ചെയ്യണ്ട ആള്. താഴെയാ എവിടെ എന്തോ ബോംബ് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് മേലെ. നല്ല ഐഡിയ. ചക്രം അവിടെ കമ്പി പാത്രം കൊണ്ട് കുത്തിയിട്ട് കൊടുത്താ നിക്കണേ. ഇതില് ഓട്ടയുള്ളത് കൊടുക്ക്, എന്നാലും അതിൽ കുത്താൻ പറ്റുള്ളൂ. എന്താ അത് നിർത്താ അതിലടി. നീ കൂടെ ഇടുക എന്നിട്ട് അവിടെ ആക്കി വെക്കുക. മേലെയല്ലേ? ഇല്ല, റോട്ടിൽ കൂടെ വണ്ടി വരുമ്പോ അവര് തല പോവോ? ഇല്ല ഗൈസ്. ഇതാ അമ്മ തിരി കൊളുത്താൻ പോണ്ട്. കൊടുത്തിട്ട് ഓടി വരും. എവിടെ കൊളുത്തണോ എന്തോ. പിടിച്ചു. അത് നല്ലൊരു ഐഡിയ ആയി പോയിട്ടോ. അയ്യോ വണ്ടി വരുന്നുണ്ട്. ഓക്കെ സെറ്റ്. നെക്സ്റ്റ് ഇതാ ഹെലികോപ്റ്റർ പടക്കമാണ്. എന്താ കാണിച്ച് പിന്നെ ഞാൻ പോവാനാ? എനിക്കൊന്നും പറ്റില്ല. അച്ഛന്താ മാസ്ക് ഇട്ട് നിക്കാണ് പുക പറ്റാണ്ട്. ഞാൻ പോവാ, ഞാൻ പോയി കൊളുത്തിട്ട് വരാം. ഞാനിത് പറക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. ഇതിന് എങ്ങോട്ട് പറന്നു പോവോന്നാണ് ഡൗട്ട്. പറന്ന് ഇനി നോർത്ത് കൊറിയയിൽ എങ്ങാനും പോയി വീണാ പിന്നെ അടുത്ത യുദ്ധത്തിന് മതി. ഓക്കെ, തുടങ്ങാം. പോയി പിടിച്ചാ നമ്മള് നേരെ ഇറാനിക്ക് വിടാൻ പോവാണ്. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്ക്. അതവിടെ തോട്ടിൽ ഉള്ളിക്ക് വരട്ടെ അവിടെ
ഫോണെന്ന് എനിക്ക് കിട്ടുന്നില്ല കേട്ടാ. ഭഗവാനെ ഇങ്ങോട്ട് വരുമോ? The next day. ഗൈസ്, ഇതാണ് നമ്മുടെ വിഷുക്കണി. ഇനി പടക്കം പൊട്ടിക്കൽ ഇല്ല. അമ്മയാണ് കൊളുത്തിട്ട് ഓടി വരുന്നത്. ഗൈസ്, അത് പെട്ടെന്ന് തന്നെ പൊട്ടി. ഞാൻ പൊട്ടിയത് മതി, പൊട്ടാത്ത മതി ഓടി. നെക്സ്റ്റ് കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ പൊട്ടി. ഗൈസ്, അമ്മ നെക്സ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊളുത്താം. ഓക്കേ. ഹാപ്പി വിഷു. ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു. അമ്മ അത് സാഹസികമായി കൊളുത്തിക്കൊണ്ടിരിക്കണം. ഈ വലിയ സാധനം വെച്ചില്ലേ? അതാ ഒന്ന് കഴിയുമ്പോൾ ഓരോന്ന് കൊളുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അത് സെറ്റ് സാധനമാണ്. ഇല്ല 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 ഫുൾ കൊളുത്തിലാണ്. ചുറ്റും മട്ടൊക്കെ കൊളുത്തുണ്ട് അവിടെ പോയിട്ട്. അടുത്തത് അത് സെറ്റ് സാധനം ഉണ്ടാ. ഓടി വരുമൊന്നുമില്ല. ഓടി വരാൻ അത് കഴിയണ വരെ നിക്കും. അടിപൊളി. റൂബി ഇവിടെ പേടിച്ച് പറിച്ച് നിൽക്കാണ്. ഇപ്പോഴേ തുടങ്ങി പേടിച്ച് നിൽക്കാണ്. റൂബി കൂൾ കൂൾ. ഫുള്ള് കൊളുത്തുകളാ. ഇത് നോക്കലൊന്നുമില്ല. ഫുള്ള് അവിടെ ഇങ്ങനെ കൊളുത്തു വിടുക. തിരിയിട്ടല്ലേ അവിടെ. അത് ജയിച്ചു. കുറേ നേരം തിരിഞ്ഞു. ഇതമ്മ കഴിഞ്ഞു ഇതോടെ കഴിഞ്ഞു. അയ്യ, അത് കഴിഞ്ഞു പെട്ടെന്ന്. ചെറുതൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അതാണ് സ്പീഡായി തിരിയുന്നത്. ഈ സാധനത്തോടെ നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കുകയാണ് കേട്ടോ. ഇതോടെ കൂടിയാണ് നമ്മുടെ പരിപാടികൾ അവസാനിക്കുന്നത്. ഇവിടെ ടെൻഷനായി നിൽക്കാണ്. എന്താടാ അത് കാത്തത് നോക്ക്. പേടിച്ച് പറിച്ച് നിൽക്കാണ് റോബി. കണ്ടാ മൊത്തം പേപ്പർ. അമ്മയ്ക്ക് പണിയായി. ഇതാ അമ്മ നമ്മുടെ പേപ്പർ ബോംബ് വൃത്തിയാക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വിഷുവായിട്ട് ഇതാ റെഡിയായി. ഇനി അമ്പലത്തിൽ പോകാൻ നിൽക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. കാണിച്ചു തരാം. ഗൈസ്, നമ്മളിവിടെ അമ്പലം എത്താറായി. ബട്ട് ഫുള്ള് തിരക്ക്. കാണിച്ചു തരാം. എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട് അമ്പലത്തേക്ക് ഭക്തി എന്ന് പറഞ്ഞിട്ട്. കാണിച്ചു എടുക്കാം. കണ്ടാ
നല്ലോണം തിരക്ക്. ഇത് അവിടെ വണ്ടി നിർത്തി, എന്നിട്ട് ഇവിടെ ഫുള്ള് തിരക്ക്. ഇത് ശിവൻകോവിലാണ് കേട്ടാ. എന്നാലും ഇറങ്ങി ഒന്ന് തൊഴുതിയാൽ മതിയല്ലോ. നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. ബട്ട് ലൈന് ഫുള്ള് ലൈനിൽ നിൽക്കുകയാണ്. ഭയങ്കര വലിയ ലൈനായിപ്പോയി. അവിടെ നിന്ന് ഇത്രയ്ക്ക് നമ്മൾ ലൈനിൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ എത്തിയാൽ പോയി തൊഴുതാം. ഇവിടെയാണ് അമ്പലം, കണ്ട നമ്മളതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ തൊഴുതി ഇറങ്ങി. ഇതാ കൈ നീട്ടമൊക്കെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ വെറുതെ ലൈനിൽ നിന്ന് തൊഴുതിയിട്ട് വന്നു. എന്നാലും തൊഴുതാൻ പറ്റി, തൊഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്ക്. ഇനി നേരെ വീട്ടിലോട്ട് ബൈ ഗൈസ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചെത്തി. ഇനി ഇത് അമ്മ പോകാൻ നിൽക്കണം റെഡി ആയിട്ട്. ഇനി അമ്മ അമ്പലത്തിൽ പോയിട്ടൊരു ഉച്ചയാവും പെട്ടും. അങ്ങനെ ഞാൻ അച്ഛൻ ഇതാ അമ്മനെ കൊണ്ട് വിടാൻ പോകുന്നുണ്ട്. ബൈ. നമ്മളതവിടെ ഇവരെ വീഡിയോ എടുത്തൊക്കെ എഡിറ്റ് ചെയ്യാണ് ഗൈസ്. രണ്ടും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇവൻ ഇപ്പോഴും മൈൻഡ് ക്രാഫ്റ്റാണ്. ഇതാ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട്. ഗൈസ് വൈകുന്നേരമായി. ഞാൻ അവിടെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് ഉറങ്ങി എണീച്ചു. ശില്പ ഡ്യൂട്ടിക്ക് പോയി, പിന്നെ ഉത്തരയും പോയി. അപ്പോഴേക്കും വിഷ്ണു വന്നു. ഇവിടെ വിഷുവേലയാണ് വന്നിട്ട്. ഇനി ഞങ്ങൾ വിഷുവേലയ്ക്ക് പോവുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ വിഷുവേലയ്ക്ക് പോവുകയാണ് ഗൈസ്. ഇല്ല വിഷ്ണു? വിഷ്ണു ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് വാഴാറ്റൂക്ക്. ഇന്ന് രാത്രി പോകാനാണ് പ്ലാന്. ബുക്ക് അതാണ് അവൻ്റെ ടെൻഷൻ. നമുക്ക് നോക്കാം. നമുക്ക് ഈ വിഷുവേലയ്ക്ക് പോയിട്ട് വരാം. ഓക്കെ. നമ്മൾ ഇവിടെ അമ്പലത്തിലെത്തി. പക്ഷെ ഇവിടെ പരിപാടി എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ മാത്രം എത്തിയിട്ടുള്ളൂ. പരിപാടി അവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞു. പിന്നെ എന്തായാലും തൊഴുതിയിട്ട് ഇത്തിരി അപ്പുറത്ത് പോയി നിന്ന് നോക്കാം. വിഷ്ണു ആനയുണ്ട് പറഞ്ഞത് ഫസ്റ്റ് എത്തി ഓടിയിട്ട്. ആരാ ഗൊറീല. വിഷ്ണു ഞാൻ സമാധാനമായത് ഇല്ലേ? ശിവപ്രസാദ് അതാ നേട് കാണുമ്പോഴേക്കും പറഞ്ഞു കൊളക്കട. ഓക്കെ. അവിടെ ബാൻഡ് സെറ്റ് ഇത് തന്നെ ഉള്ളൂ പരിപാടി. നമ്മൾ ആനയുണ്ട് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് വന്നത്. ഞങ്ങൾ ആനയുടെ ബാക്കി നടക്കാണ് വിഷ്ണുവിൻ്റെ കൂടെ. എപ്പോഴാണ് സമാധാനമായത് വിഷ്ണു? ഗൈസ് നമ്മൾ നിന്ന് ആനൻ്റെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ആനൻ്റെ പാപ്പൻ നമുക്ക് പരിചയമുണ്ട് ഗൈസ്. നമ്മളവിടെ തൃപ്രയാർ വന്ന് പരിചയപ്പെട്ടതാണ്. ആളാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മുടെ ചായ കുടിക്കാൻ വന്നു. നല്ല പഴമ്പ് ചൂടൻ പഴമ്പ്. ആന നമ്മുടെ അതാ പോയി അവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഓക്കെ. എങ്ങനെയുണ്ട്? സൂപ്പർ പഴമ്പ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇതാ മാമൻ്റെ അവിടേക്ക് വന്നിരിക്കണേ. നുത്തൻ്റെ CBSE റിസൾട്ട് വന്നു. എത്ര പെർസെൻറ്റേജ് പറ? കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഒന്ന് മാമൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓക്കെ കാണാം. ഓക്കെ. To you, happy birthday to you. Yes. Congrats. അതാ തുറക്ക് എന്താ നോക്കുക. അച്ചാറാണ് ഫേവറേറ്റ് ഉത്തരൻ്റെ. ഓക്കെ. പൊട്ടിച്ചോളൂ. പൊട്ടിച്ചിട്ട് അടുത്ത് നോക്കാം. ഓക്കെ. ഞാൻ അടുത്തടുത്തോളാം. അച്ചാറായ എന്താ സംഭവം?
നെക്സ്റ്റ് പാക്കിംഗ് ഈ അന്ന് ആഗ്രഹിച്ചൊരു സാധനം നമ്മ ബേക്കറി പോയപ്പോ തുറക്കുക കഴിക്കാലേ. എല്ലാവരും കൂടെ ഒരു ഇതാ ഇവിടെ അതൊരു സീൽഡ് എന്താ അച്ഛാ അതൊക്കെ സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് പൗച്ച് വേണം പറഞ്ഞില്ലേ അന്നോട്ട്. ഐഫോൺ എന്തൊക്കെയോ ഞാൻ അറിഞ്ഞു. 2 മാസമായി പാക്ക് ചെയ്ത് വെച്ചിട്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞ് വീടെത്തി. അച്ഛനും അമ്മയും ചേച്ചിയൊന്നും വന്നിട്ടില്ല കേട്ടോ, അവരവിടെയാണ്. ഇനി 9 മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാഴ 2 ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി 9 മണിക്കാണ് ഷോ. ബട്ട് ഇപ്പം തന്നെ നോക്ക് ടൈം 8:55. ഇനി കഴിക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഇനി ഇപ്പം വിഷ്ണു വരും, അവിടെ നേരെ പോവാം. നമുക്കപ്പോൾ തിയേറ്റർ എത്തിയിട്ട് കാണാം കേട്ടോ. ഫുൾ ടൈമായി. പോട്ടെ, ബൈ. 2-ന് തിയേറ്റർ എത്തി. ഇനി അകത്ത് കയറിയിട്ട് തുടങ്ങിയില്ലയോ നോക്കാം. ഗായ്സ് ഇവിടെ എത്തിയപ്പോൾ ദാറ്റിന് തുടങ്ങിയിട്ടുണ്ട് സിനിമ. എന്നാലും കുഴപ്പമില്ല, കാണാം. കണ്ട് ഗായ്സ് അപ്പോൾ ദാ മൂവി ഇന്റർവെൽ വരെ സെറ്റ് ചെയ്ത വിഷ്ണു. ഞങ്ങള് ഫുൾ അടിയിടി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയാണ് തോന്നുന്നു സെന്റിയില്ലേ, ഇനിയാണ് കരച്ചിൽ. ഇനി ഇത്തിരി വിഷ്ണുവിന്റെ കരച്ചിലൊക്കെ കാണും. വിഷ്ണു കരയില്ല, വിഷ്ണു ഉരുക്ക് പോലെ നിൽക്കും. എന്തുണ്ടെങ്കിൽ മനസ്സിലാണോ? ഞാൻ ഒരു ബക്കറ്റും കൊണ്ട് വരായിരുന്നു. എന്തായാലും ഇനി ബാക്കി പോയി നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി കാണാം. ഇനി ഇത് രണ്ടും കൂടി അടികൂടൂലേ? ഗായ്സ് അപ്പൊ ഞങ്ങൾ മൂവി കഴിഞ്ഞ് ഇറങ്ങി. വിഷ്ണു എങ്ങനെയുണ്ട്? എനിക്കൊക്കെ കൂടി പ്രഷറായി. 2 ദിവസത്തേക്ക് എനിക്ക് ഉറക്കം ഉണ്ടാവില്ല അതും ആലോചിച്ചിട്ട്. അയ്യോ അയ്യോ, എനിക്ക് മൂവി കണ്ടിട്ട് എന്ത് തോന്നണേ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.